ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ ഇന്ന് നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ വയനാട്ടിലൊക്കെ തൊറമാങ്ങ എന്നാണ് ഇത്ര ഇതിനെ പറയുക. ഞങ്ങളവിടെയൊക്കെ അടമാങ്ങ എന്നാണ് കേട്ടോ പറയുക. ഞാൻ ഈ റെസിപ്പി ആദ്യമായിട്ട് കണ്ടത് എൻ്റെ ചെറുപ്പത്തിൽ അമ്മായിയുടെ വീട്ടിൽ പോയപ്പോഴാണ്. അന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മായിനോട് ചോദിച്ചറിഞ്ഞതാണ് ഇതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനായിട്ട് നല്ല അണ്ടി ഉറച്ച മാങ്ങ നോക്കിയിട്ട് എടുക്കുക. ഇതാ ഇതിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ കീറി കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് കീറണ്ട, ഇതാ ഇതുപോലെ കീറിയെടുത്താൽ മതിയാകും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം രണ്ട് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ രണ്ട് സൈഡിലായിട്ട് നമ്മൾ കല്ലുപ്പ് നിറച്ച് കൊടുക്കുകയാണ്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കുക, അല്ലെങ്കിൽ പൊടിയുപ്പ് എടുത്താലും മതി കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം വെയിലത്ത് വെക്കണമെങ്കിൽ അങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മളൊരു ചട്ടിയിൽ ഇറക്കി വെക്കുക കേട്ടോ, ഒരു മൺചട്ടിയിൽ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അങ്ങനെ ഉപ്പൊക്കെ നിറച്ച് വെച്ച കാരണം ചട്ടിയിൽ വെള്ളം വന്നിട്ട് അങ്ങനെ നിറയും. അപ്പം ഞാനിത് കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇനി ചട്ടിയിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ആ ചട്ടിയിലത്തെ വെള്ളത്തിൽ തന്നെ ഡെയിലി ഇങ്ങനെ ഉണക്കി ഒരു 10 ദിവസത്തോളം നമ്മളിങ്ങനെ ഉണക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഈ വൈകുന്നേരം ആകുമ്പോൾ കൊടുന്ന് വെക്കുക. പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ ഉണക്കുക. പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ അങ്ങനെ ചട്ടിയിലത്തെ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ചട്ടിയിൽ തന്നെ ഇട്ട് വെക്കുക. അങ്ങനെ ഒരു 10 ദിവസത്തോളം ഉണക്കിയെടുക്കുക കേട്ടോ. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇത്. അപ്പം ഇനി ഇത് ഉണക്കാൻ വെക്കാൻ പോവാണ്. ഈ അച്ചാർ ഇടുന്നതിൻ്റെ 2 ദിവസം മുന്നേ ആയിട്ട് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഉണക്കിയെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് ഉലുവ, 1/4 കപ്പ് പെരിഞ്ചീരകം, 1/4 കപ്പ് കടുക്, 1/4 കപ്പ് മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ദിവസം ഉണക്കിയതിന് ശേഷം ചൂടോട് കൂടിയിട്ട് തന്നെ അത് പൊടിച്ചെടുക്കാം. വേണമെങ്കിൽ ഒന്ന് തരിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ തരിച്ചെടുക്കുന്നൊന്നുമില്ല, നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക്
ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിൽ സാധാ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എരിവ് പാകത്തിനുണ്ടാവും, അതുപോലെ തന്നെ കളർ നല്ലൊരു റെഡ് കളർ കിട്ടുകയും ചെയ്യും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ മസാലയിലേക്ക് മാത്രം പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി സുർക്ക ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം കുറച്ചുകൂടെ സുർക്ക ഒഴിച്ചിട്ട് മസാല വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടമാങ്ങ അല്ലെങ്കിൽ തൊറമാങ്ങയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ മാങ്ങ എടുക്കുക, എന്നിട്ട് 2 സൈഡിലായിട്ട് ഈ മസാല നിറച്ചു കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പറ്റും. മസാല പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് ചിറ്റി കെട്ടി കൊടുക്കുക കേട്ടോ. കെട്ടിടൊന്നും വേണ്ട, കുറച്ചാണ്ട് ചിറ്റി വെച്ചാൽ മതിയാകും. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ മൊത്തത്തിൽ മസാല നിറച്ചിട്ട് ചിറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മസാല ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നൊന്ന് ലൂസാക്കി എടുക്കാം. അച്ചാർ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക വെള്ളമൊന്നും ആവാതിരിക്കാൻ. കാരണം പെട്ടെന്ന് അച്ചാർ ചീത്തയായി പോകും. നമ്മൾ വെള്ളമൊന്നും ആവാതെ നന്നായിട്ട് ശ്രദ്ധിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു 2 വർഷം വരെയൊക്കെ ഈ മാങ്ങ കേടുകൂടാതിരിക്കും. പിന്നെ അച്ചാർ ഇട്ട് വെക്കാനായിട്ട് ഭരണിയോ അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലൊക്കെ എടുക്കുക. അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഞാനിവിടെ തൽക്കാലം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് നമ്മുടെ അടമാങ്ങ ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബാലൻസ് ഉള്ള മസാല ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് സുർക്ക ഉണ്ടെങ്കിൽ കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുക. ഈ ബോട്ടിൽ ഫുള്ളാവുന്നത് വരെ സുർക്ക വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏകദേശം പകുതി വരെ മതി. പിന്നെ ഓരോ ദിവസം ഒന്ന് കുലുക്കി കൊടുത്താൽ മതിയാകും കേട്ടോ. അങ്ങനെ 10 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അടമാങ്ങ സെറ്റാകും. ഇത് സെറ്റായി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.